പ്രൈസ് ലോൺ. ഇന്ന് സഭ യഥാർത്ഥത്തിൽ 50 നോയമ്പിന് മുമ്പ് 3 നോയമ്പ് ആചരിക്കുന്ന ദിനം ഇന്ന് ആരംഭിച്ചു. ഇന്ന് രാവിലെ ഞാൻ 7 മണിയുടെ കുർബാനയ്ക്ക് ശേഷം ഇങ്ങനെ പ്രായശ്ചിത്ത പരിത്യാഗ ത്രിദിനത്തിലേക്ക് കടക്കുവാനായിട്ട് ഒരുങ്ങി. ഇതിപ്പോൾ എൻ്റെ പുനർശിവൻ പവിത്രാത്മശാന്തി ആശ്രമം ഭരതമലയിലെ പ്രായശ്ചിത്ത പരിത്യാഗ റൂമിലാണ്. ഞാൻ ഈ 3 നോമ്പിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ 3 നോമ്പ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം, ആ ചരിത്ര സംഭവം പഴയ നിയമത്തിൽ ഉണ്ടായതാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശുനാഥൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു അടയാളം ചോദിച്ചപ്പോൾ ഇത്രയെല്ലാം അടയാളങ്ങൾ അനുഭവിച്ചിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ജീവിതത്തിൽ മാറ്റം വന്നിട്ടും തുടർന്നും മാറ്റം വരാവുന്ന തരത്തിലേക്ക് വളർത്തിയിട്ടും അടയാളം ചോദിക്കുന്ന ജനതയോട്, സമൂഹത്തോട് യേശുനാഥന് പറയാൻ, യോനയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളവും എനിക്ക് തരുവാനില്ല. യോന പ്രവാചകനെ ആ ചരിത്ര സംഭവത്തിൽ നടന്ന ആ 3 ദിനത്തെ നമ്മൾ എങ്ങനെയാണ് വിവേചിച്ചറിയേണ്ടത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ പകർത്തിയെടുക്കാം. അത് പകർത്തിയാൽ അതിലൂടെ നമുക്ക് യേശുനാഥൻ്റെ ജീവിതത്തിലൂടെ യേശുനാഥൻ നമ്മളിലൂടെ അനുഭവിക്കുന്നതും സ്പർശിക്കുന്നതും ജീവിക്കുന്നതും കണ്ടുമുട്ടുവാൻ സാധിക്കുമെന്ന് അടയാളത്തിനെ കുറിച്ച് യേശുനാഥൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ യോനാം പ്രവാചകൻ, ആ കാലഘട്ടത്തിലെ പ്രവാചകരിലൂടെയാണ് പിതാവായി ദൈവം സമൂഹത്തിലേക്ക് അവിടുത്തെ ഹിതം പങ്കുവയ്ക്കുക. അവരുടെ ആ വിശുദ്ധിയിലൂടെയാണ് അന്ന് കാലത്ത് പങ്കുവയ്ക്കുക. അങ്ങനെയുള്ള ആ പ്രവാചകനെ, പിതാവായി ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകനെ നിനവെ ദേശത്ത് വരാൻ പോകുന്ന ആപത്തിന് മുന്നറിയിപ്പുമായി വിട്ടപ്പോൾ ഒരു ചെറിയൊരു അലസത നിമിത്തം മനുഷ്യനായ യോനാം പ്രവാചകൻ യഥാർത്ഥത്തിൽ താഷ്കൻഡിലേക്ക് മാറി യാത്ര ചെയ്യുകയായിരുന്നു. നമുക്കറിയാം കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങളും. പക്ഷേ തനിക്ക് തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ വീഴ്ചയെ ഏറ്റെടുത്തുകൊണ്ട് ആ സമൂഹത്തിനെ രക്ഷിക്കാനായിട്ട് തന്നെ സമർപ്പിക്കുക. ഓപ്പണായിട്ട് അതിൽ നിന്ന് തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയും, ധൂർത്തപുത്രന് സുബോധമുണ്ടായപ്പോൾ, ബോധമല്ല സുബോധമുണ്ടായതുപോലെ യോനാ പ്രവാചകന് സുബോധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനുവേണ്ടി പ്രായശ്ചിത്ത പരിത്യാഗം ചെയ്യുവാനായിട്ട്, അതിനെ തന്നെ ബലിയാവാനായിട്ട് സമർപ്പിക്കുക. ആ നിമിഷം കടൽ ശാന്തമാവുകയും യോനാം പ്രവാചകൻ, നമ്മുടെ സയൻസ് പ്രകാരം നമുക്കറിയാം, ഏറ്റവും ശുദ്ധീകരണം നടക്കുന്ന ശുദ്ധീകരണശാലയാണ് ഈ കാലഘട്ടത്തിൽ ഉള്ള ജീവികളിൽ തിമിംഗലത്തിൻ്റെ ആമാശയം. അതിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് രൂപാന്തരപ്പെട്ടോളൂ. എന്നാൽ യോനാം പ്രവാചകൻ തിമിംഗലത്തിൻ്റെ ആമാശയത്തിൽ 3 ദിവസം കഴിഞ്ഞപ്പോഴും പ്രായശ്ചിത്തത്തോടെ പരിത്യാഗത്തോടെ പിതാവായ ദൈവത്തെ സ്നേഹിച്ചു. തൻ്റെ ജീവനേക്കാൾ ഉപരി ആ ജീവനുകൾക്ക് ഒരാപത്തും വരാതിരിക്കുവാനായിട്ട് തനിക്ക് പറ്റിയ തെറ്റിനെ പ്രായശ്ചിത്തത്തോടെ പരിത്യാഗത്തോടെ സ്നേഹിച്ചപ്പോൾ എനിക്ക് തോന്നുക, യഥാർത്ഥത്തിൽ യോനാം പ്രവാചകന്മാരിൽ കുറവില്ലാത്ത വിശുദ്ധിയിലാണ് അവരുടെ ദൈവം സന്ദേശം അയക്കുന്നത്. എന്നാൽ ആ കുറവിനാൽ നിനവേൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനവേ ദേശക്കാർ ചിലപ്പോൾ പ്രവാചകൻ പറഞ്ഞതനുസരിക്കാതിരിക്കാം. കാരണം ദൈവത്തിനുള്ള സാന്നിധ്യത്തിൽ അല്പം അകൽച്ചയുണ്ട്. എന്നാൽ പരിത്യാഗം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് തന്നെ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ 3-ാം ദിനം
തിമിംഗലം കടപ്പുറത്തേക്ക് വിസർജിച്ചിട്ട് കഴിഞ്ഞ് യോനമ്പ്രവാചകൻ നടന്ന് തീരുമാനമെടുക്കുകയാണ് നിനവേൽ ചെന്ന് സംസാരിക്കുവാനായിട്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രക്തവുമാകേണ്ട കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് ലയിക്കുകയും ബാക്കിയുള്ളത് വേസ്റ്റായിട്ട് പോവുകയും ചെയ്യും. ഇതുപോലെ യോനാം പ്രവാചകൻ ഞാൻ വിശ്വസിക്കുകയാണ് അവിടെ നടന്നൊരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ യേശുവിൻ്റെ ശരീര രക്തവുമായിട്ട് വിശുദ്ധിയാൽ നിനവയിലേക്ക് ഒരുക്കപ്പെട്ട ഒരു പ്രവാചകനായിട്ട് നയിക്കപ്പെടുകയാണ്. ആ 3 ദിവസത്തെ ത്യാഗം അതായിരുന്നു. അവിടെ ചെന്ന് നിനവവാസികളോട് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് പങ്കുവച്ചപ്പോൾ അവർ ചാക്കുവസ്ത്രമെടുത്ത് ചാരം പൂശി 3 ദിവസം ഉപവസിക്കാൻ തയ്യാറായപ്പോൾ ഇതറിയുന്ന രാജാവ്, അവിടുത്തെ അധികാരി, പ്രജകളുടെ വന്ന മാറ്റത്തെ മനസ്സിലാക്കിക്കൊണ്ട് രാജാവ് പോലും അതിലേക്ക് ഇറങ്ങി വരികയും നിനവദേശം രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണത്. ഈ അടയാള യേശുനാഥൻ പറഞ്ഞത്. മനുഷ്യനായ യോനാം പ്രവാചകൻ്റെ കുറവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധിയാൽ നിനവദേശക്കാരുടെ കുറവിനെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താൽ സംരക്ഷിക്കുന്നു. എന്നാൽ യേശുനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും കുറവില്ലാത്ത താൻ ഏറ്റെടുത്ത് സഹനത്തിലൂടെ കുരിശിലേന്തി 3-ാം ദിനം ഉയർത്തെഴുന്നേൽക്കുന്ന ചരിത്രം. 2 ചരിത്ര സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ പിതാവായ ദൈവം ഒരുക്കി നമ്മളെ വിവേചിക്കുമ്പോൾ ഈ 3 ദിനം പ്രായശ്ചിത്തത്തോടെ പരിത്യാഗത്തോടെ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നമുക്കൊരുങ്ങാം. അതിൻ്റെ വെളിച്ചത്താൽ അമ്പൊയുമ്പോൾ ഇന്ന് സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി വേദനിക്കുന്നവർക്കൊരാശ്വാസമായി മാറുവാൻ പുനർജീവൻ തയ്യാറെടുക്കുമ്പോൾ 50 ദിവസത്തെ